എറണാകുളം കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് പോലീസുകാരുടെയും ഗുണ്ടകളുടെയും സുരക്ഷാ വലയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാരുടെ പട്ടം നൽകൽ ചടങ്ങ് കഴിഞ്ഞ ദിവസം ബസേലിക്കയിൽ അതിഗംഭീരമായി നടത്തി. ഇതോടെ മാർ റാഫേൽ തട്ടിൽ പിതാവും മാർ ജോസഫ് പാംബ്ലാനിയും സീറോ മലബാർ സഭയ്ക്ക് വൻ നാണക്കേടാണെന്ന് ഒന്നും കൂടി തെളിയിച്ചു. ഇതിലൊരു സംശയമില്ല. റാഫേൽ പിതാവും വികാരി പാംബ്ലാനിയും രാജിവെക്കണമെന്ന ആവശ്യം ഇന്ന് വിശ്വാസികൾ ഉന്നയിക്കില്ല, ഇനി ഉന്നയിക്കില്ല. കാരണം കേൾവി ഇല്ലെന്ന് നടിക്കുന്നവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ബധിരകർണന്മാർ ഒരുപോലെ വിശ്വാസികളെ കബളിപ്പിക്കുകയാണ്. എന്താണ് വത്തിക്കാൻ അനുശാസിക്കുന്ന ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ബസേലിക്കയിൽ ആവശ്യപ്പെടുന്നത്? എത്ര കാലമായി? ബസേലിക്കയിൽ അസഭ്യ പ്രകടനങ്ങളോ പ്രയോഗങ്ങളോ മുദ്രാവാക്യം വിളിയോ ഒന്നുമില്ലാതെ കർത്താവിന്റെ അനുസരണയുള്ള ആടുകളായി നിന്ന് അവർ പ്രാർത്ഥന ചൊല്ലുകയാണ് വിശ്വാസികൾ. ആ വിശ്വാസികളെ കോടതി കയറ്റുമെന്നാണ് പറയുന്നത്. പരിശുദ്ധ സിംഹാസനത്തിന്റെയും അതിരൂപത ആർച്ച് ബിഷപ്പിന്റെയും ഒക്കെ കോലം ഓരോ ദിവസവും കത്തിക്കുകയും കേട്ടാലിറക്കുന്ന അസഭ്യ വാക്കുകൾ തെരുവുകളിൽ നീളം നടന്ന് വിളിക്കുകയും സഭയുടെ സർക്കുലർ, സിനഡിന്റെ സർക്കുലറൊക്കെ ജനമധ്യത്തിൽ കത്തിച്ച് സിറോ മലബാർ സഭയെ അവഹേളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിമതർക്കും ഗോദ്രജിന്റെ പൂട്ടുപോലെ സഭാ നേതൃത്വത്തിന്റെ കൈകളിൽ അവർ സേഫാണ്. ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെ ആക്രമിക്കുകയും ബലിപീഠം ചവിട്ടി മറിച്ചിടുകയും ഒക്കെ ചെയ്താലും ഒരു പ്രശ്നവുമില്ല. കാരണം അവർ കണ്ണൂർ വികാരിന്റെ കുഞ്ഞാടുകളാണ്. അവനെ എടുത്ത് ചുമലിലേക്ക് കിടക്കുന്ന വിമതനും കണ്ണൂർ പാരത്തേരിയുടെയും റാഫേൽ പിതാവിന്റെയും അരുമപ്പെട്ട കുഞ്ഞാടുകളുമാണ്. ഇതിനൊക്കെ കർത്തൃസന്നിധിയിൽ നിന്നും തന്നെ അവിടെ നിന്ന് തന്നെ കൃത്യമായ മറുപടി നൽകിയിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ഭാരവാഹികൾ. കത്തോലിക്ക സഭ മത തീവ്രവാദികളിൽ നിന്ന് ഭീഷണി നേരിടുന്ന നാടുകളിൽ പോലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് കഴിഞ്ഞ ദിവസം ബസേലിക്കയിൽ പോലീസ് ഏർപ്പെടുത്തിയത്. ഒരു ACPയുടെ നേതൃത്വത്തിൽ 200-ൽ പരം പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. കൂടാതെ 50-ൽ പരം ക്രിമിനലുകളും വേദിക്ക് ചുറ്റുമുണ്ടായിരുന്നു. കോടതി ഉത്തരവുകൾ ലംഘിക്കുന്നതിന്റെയും കുർബാന വിഷയത്തിൽ വിശ്വാസികളെ വഞ്ചിച്ച് സഭാവിരുദ്ധരുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെയും കുറ്റബോധമാണ് ഇപ്പോൾ സഭാ തലവരെയും അദ്ദേഹത്തിന്റെ അരുമ വികാരിയെയും ഇങ്ങനെയൊക്കെ കോടതി കയറാൻ വീണ്ടും പ്രേരിപ്പിക്കുന്നത്. ഇരു മെത്രാന്മാരും ഡീക്കന്മാരും ചടങ്ങിലെത്തിയതോടെ ബസേലിക്കയിൽ പ്രതിഷേധം നടന്ന വിശ്വാസികൾ തട്ടിലിനെയും പാംബ്ലാനിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബാനറും കറുത്ത കൊടികളും പിടിച്ച് പരിപാടി നടന്ന പന്തലിന്റെ സമീപം അണിനിരുന്നു. കൂടാതെ ബസേലിക്ക ദേവാലയത്തിന് മുകളിലും പരിസരത്തും ഇത്തരത്തിലുള്ള നിരവധി ബോർഡുകളും ഫ്ലെക്സുകളും പ്രതിഷേധക്കാർ സ്ഥാപിച്ചു. പ്രതിഷേധ പരിപാടികൾക്ക് മത്തായി മുതിരന്തി, ജോയ് ജോർജ്, ജോസഫ് എബ്രഹാം, ക്യാപ്റ്റൻ ടോം ജോസഫ് എന്നിവർ ശക്തരായി തന്നെ, ഒപ്പം സീലിയ ആന്റണി, ഇവരൊക്കെ അതിശക്തമായി തന്നെ നൽകി. അവരൊന്നും പിന്നോക്കം പോകില്ല. എന്തായാലും വിശ്വാസികളെ കോടതി കയറ്റിയിരിക്കുമെന്നാണ് പാംബ്ലാനിയുടെ വകയിൽ മീഡിയ കമ്മീഷൻ PROയുടെ ഒരു സർക്കുലർ ഇറങ്ങിയത്. അത് നല്ല നടപടിയാണ്. സഭാ നേതൃത്വത്തിന് കോടതി ഉത്തരവ് ലംഘിക്കുന്ന സഭാ നേതൃത്വത്തിന് പിന്തുണയും സംരക്ഷണവും നൽകുന്ന പോലീസ് സേവനത്തിനെതിരെ ഒരു പരാതി കോടതിയിൽ പോയിട്ടുണ്ട്. 30-നകം റിപ്പോർട്ട് നൽകാൻ വെള്ളിയാഴ്ച എറണാകുളം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഭാ വിശ്വാസികൾ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ആണ് അത്തരമൊരു പരാതി നൽകേണ്ടി അവരെ കൊണ്ട് നൽകിപ്പിച്ചതാണ്. കാരണം ഗതികേടായിപ്പോയി. കാരണം സഭയെ ഒരിക്കലും കോടതി പോലും വ്യവഹാരങ്ങളിലേക്ക് വലിച്ചെടുക്കരുതെന്ന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് അടക്കമുള്ള യഥാർത്ഥ വിശ്വാസികൾക്ക്, യഥാർത്ഥ ആത്മീയർക്ക് താല്പര്യമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മേജർ കുഞ്ഞാടും മൈനർ കുഞ്ഞാടും ചേർന്ന് ആടുകളെ ചതിച്ചിരിക്കുന്നു, ആത്മാരെ ചതിച്ചിരിക്കുന്നു. അവർ ഇപ്പോഴും സഭയ്ക്ക് വിരുദ്ധരായ വിമത വൈദികർ വളരെ സുരക്ഷിതരാണ്. ഗോദ്രജിന്റെ പൂട്ട് പോലെ ഒരു പൂട്ടിട്ട് സുരക്ഷിതരാക്കിയിരിക്കുകയാണ് റാഫേൽ തട്ടിൽ പിതാവും മാർ പാംബ്ലാനി വികാരിയും. എന്തിനാണ് ഇനി എങ്ങോട്ടും ഒരു അതിരൂപതാ ഭരണം അവിടെ കയ്യിൽ നിൽക്കണമെങ്കിൽ ഈ വിമത ഗുണ്ടകളുടെ അടക്കം സഹായം അവർക്ക് ഇനിയും വേണ്ടിവരും. യഥാർത്ഥ വിശ്വാസികൾക്ക് ഗുണ്ടാപ്പണി അറിയാത്തത് കൊണ്ട് അവർ ഈ ഗുണ്ടാത്തരത്തിന് പോകുകയുമില്ല. അവരുടെ സഹായം പ്രാർത്ഥനകളിൽ മാത്രം നിർണ്ണയിക്കുന്നത്. അതാണ് സഭയുടെ ലക്ഷ്യം, സഭയുടെ ഉത്തരവാദിത്വം, സഭയുടെ കർമ്മം അത് തന്നെയാകണം. വിശ്വാസികളെ പ്രാർത്ഥനാ നിർഭരരാക്കി കൂടെ നിർത്തുക, അല്ലാതെ വിശ്വാസികളെ അക്രമത്തിന് ആഹ്വാനം ചെയ്ത് ഗുണ്ടകളാക്കി കൂടെ നിർത്തുകയല്ല. അതിനെയും മനസ്സിലാക്കാത്ത സിനഡ് കുരിയ ഒന്നടങ്കം ഇപ്പോൾ വിശ്വാസികൾക്കെതിരാണെന്ന് കേൾക്കുന്നതിൽ വളരെ വിഷമമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ കാലത്തിന് അതിൻ്റെതായ നീതി നടപ്പാക്കാനുണ്ട്. അത് ഉടനെ തന്നെ കാലം നടപ്പാക്കും എന്ന് തന്നെയാണ് ഏതൊരു വിശ്വാസിയുടെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷ.